ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2024 വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ അതിൻ്റെ കോഡ് 20/24 ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. താഴെ പറയുന്നവയിൽ ഇന്ത്യയിലേക്കുള്ള യൂറോപ്യന്മാരുടെ ആഗമനവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതാണ്? കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിലേക്ക് എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തിയായിരുന്നു പോർച്ചുഗീസുകാർ. ശരിയാണ്. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴിയാണ് പോർച്ചുഗീസുകാർ കേരളത്തിലേക്ക് എത്തുന്നത്. 1741 കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാർക്കേറ്റ പരാജയം ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അവരുടെ ശക്തി ക്ഷയിക്കുന്നതിന് കാരണമായി. അതും ശരിയായ പ്രസ്താവനയാണ്. ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗങ്ങളുമായി മറ്റ് കപ്പലുകൾ വ്യാപാരം നടത്തുന്നത് തടയുന്നതിനു വേണ്ടി ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ വ്യവസ്ഥയാണ് കാർട്ടസ്. അത് തെറ്റാണ്. കാർട്ടസ് വ്യവസ്ഥ നടപ്പിലാക്കിയത് ആരാണ്? പോർച്ചുഗീസുകാരാണ് കാർട്ടസ് വ്യവസ്ഥ നടപ്പിലാക്കിയത്. അപ്പോൾ ഉത്തരം ഏതാണ്? 1ഉം 2ഉം മാത്രം. 2. താഴെ പറയുന്ന സംഭവങ്ങളെ കാലഗണനാ പ്രകാരം ക്രമീകരിക്കുക. വൈക്കം സത്യാഗ്രഹം എപ്പോഴാണ് നടന്നത്? നമുക്കറിയാം, 1924 വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. ചാന്നാർ ലഹള 1859 നടക്കുന്നത്. പാലിയം സത്യാഗ്രഹം എപ്പോഴാണ്? പാലിയം സത്യാഗ്രഹം 1947-48 കാലഘട്ടത്താണ് നടക്കുന്നത്. അതുപോലെ ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുന്നത് 1936. അപ്പോൾ ഏതാണ് ഉത്തരം വരിക? ആദ്യം വരുന്നത് ചാന്നാർ ലഹളയായിരിക്കും. അപ്പോൾ അവിടെ ആദ്യം ചാന്നാർ ലഹള വരുന്ന ഒരൊറ്റ ഉത്തരേ ഉള്ളൂ. ഓപ്ഷൻ ബി ആണ്. 2, 1, 4, 3. 3. ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറിപ്പഴം എന്ന് അവധ് എന്ന നാട്ടുരാജ്യത്തെ വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാണ്? അങ്ങനെ വിശേഷിപ്പിച്ചത്? ഡൽഹൌസി പ്രഭുവാണ് അവധിനെ ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറിപ്പഴം എന്ന് വിശേഷിപ്പിച്ചത്. 4. താഴെ പറയുന്നവരിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ മിതവാദികൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന നേതാവ് ആരാണ്? താഴെ തന്നിരിക്കുന്നതിൽ ആരാണ് മിതവാദി? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. അപ്പോൾ മിതവാദികളുടെ നേതാവ് തന്നെയാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. അദ്ദേഹമാണ് ഇതിൽ വ്യത്യസ്തനായിരിക്കുന്നത്. അപ്പോൾ ബാക്കി 3 പേര് ആരൊക്കെയാണ്? ബിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധര തിലക്, ലാലാ ലജ്പത് റായ് എന്നിവർ ഏത് വിഭാഗത്തിൽ പെടുന്നു? തീവ്രവാദി വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ്. 5. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിയുടെ സോവിയറ്റ് ആക്രമണത്തിന് നൽകപ്പെട്ട രഹസ്യനാമം എന്താണ്? രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിയുടെ സോവിയറ്റ് ആക്രമണത്തിന് നൽകപ്പെട്ട രഹസ്യനാമമാണ് ഓപ്പറേഷൻ ബാർബഡോസ. അപ്പോൾ ഓപ്പറേഷൻ ബാർബഡോസ എന്താണ്? രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിയുടെ സോവിയറ്റ് ആക്രമണത്തിന് നൽകപ്പെട്ട രഹസ്യനാമമാണ് ഓപ്പറേഷൻ ബാർബറോസ. 6. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ അതായത് NCRBയുടെ 2023 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരം ഏതാണ്? കൊൽക്കത്തയാണ് ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരം. 7. ഭൂമധ്യരേഖയിൽ കോറിയോളിസ് ബലം ഡാഷ് ആണ്. അപ്പോൾ എത്രയാണ് ഭൂമധ്യരേഖയിൽ കോറിയോളിസ് ബലം എന്ന് ചോദിച്ചാൽ 0 ഭൂമധ്യരേഖയിൽ കോറിയോളിസ് ബലം 0. അങ്ങനെയാണെങ്കിൽ ഈ കോറിയോളിസ് ബലം ഏറ്റവും ശക്തമായിട്ടുള്ളത് ഏത് റീജിയനിലാണെന്ന് ചോദിച്ചാൽ പോളാർ റീജിയനാണ്. ധ്രുവപ്രദേശത്താണ് ഏറ്റവും ശക്തിയായിട്ട് കോറിയോളിസ് ബലം അനുഭവപ്പെടുക. ഏറ്റവും കുറവ് 0 അനുഭവപ്പെടുന്നത് എവിടെയാണ്? ഭൂമധ്യരേഖയിലാണ്. 8. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സൺ സിങ്ക്രണസ് ഉപഗ്രഹം ഏതാണ്? ഇതിലേതാണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സൺ സിങ്ക്രണസ് ഉപഗ്രഹം? ഏതാണ്? IRS-1A ആണ്. IRS-1A ആണ് ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച സൺ സിങ്ക്രണസ് ഉപഗ്രഹം. സൺ സിങ്ക്രണസ് ഉപഗ്രഹം എന്ന് വെച്ചാൽ എന്താണ്? സൗരസ്ഥിര ഉപഗ്രഹങ്ങളാണ് അല്ലേ സൺ സിങ്ക്രണസ് ഉപഗ്രഹങ്ങൾ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് SCERTയിലെ കുറച്ച് ഫാക്ട്സ് നമുക്ക് നോക്കാം. സഞ്ചാരപഥം ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 900 കിലോമീറ്റർ ഉയരത്തിലാണ്. സൗരസ്ഥിര ഉപഗ്രഹങ്ങളുടെ സഞ്ചാരപഥം 900 കിലോമീറ്റർ ഉയരത്തിലാണ്. ഭൂസ്ഥിര ഉപഗ്രഹങ്ങളെക്കാൾ കുറഞ്ഞ നിരീക്ഷണ പരിധിയാണ് സൗരസ്ഥിര ഉപഗ്രഹങ്ങൾക്കുണ്ടാവുക. ഭൂസ്ഥിര ഉപഗ്രഹങ്ങളെക്കാൾ കുറഞ്ഞ നിരീക്ഷണ പരിധി. കൃത്യമായ ഇടവേളകളിൽ പ്രദേശത്തിൻ്റെ ആവർത്തിച്ചുള്ള വിവരശേഖരണം സാധ്യമാക്കുന്നു. പ്രകൃതി വിഭവങ്ങൾ, ഭൂവിനിയോഗം, ഭൂഗർഭജലം മുതലായവയെക്കുറിച്ചുള്ള വിവരശേഖരണത്തിന് ഉപയോഗിക്കുന്നു. എന്തിനാണ് ഉപയോഗിക്കുന്നത്? പ്രകൃതി വിഭവങ്ങൾ, ഭൂവിനിയോഗം, ഭൂഗർഭജലം മുതലായ
മുതലായവയെക്കുറിച്ചുള്ള വിവരശേഖരണത്തിന് ഉപയോഗിക്കുന്നു. വിദൂര സംവേദനത്തിന് മുഖ്യമായും ഈ ഉപഗ്രഹങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ട്. IRS, ലാൻഡ്സാറ്റ് തുടങ്ങിയവ ഇതിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ ഉദാഹരണത്തിൽ വരുന്നതാണ് IRS. അപ്പോൾ നമ്മൾ ഉത്തരം എന്താണ്? IRS 1A ആണ്. 9. തന്നിരിക്കുന്നവയിൽ വേമ്പനാട്ട് കായലിൽ പതിക്കാത്ത നദി ഏതാണ്? ഇതിലേതാണ് വേമ്പനാട്ട് കായലിൽ പതിക്കാത്ത നദി? ഭാരതപ്പുഴയാണ് വേമ്പനാട്ട് കായലിൽ പതിക്കാത്ത നദി. ഭാരതപ്പുഴ പതിക്കുന്നില്ല. അപ്പോൾ പതിക്കുന്നത് ഏതൊക്കെയാണ്? പമ്പയുണ്ട്, അച്ചൻകോവിലാർ, മണിമലയാർ, മീനച്ചിലാർ, മൂവാറ്റുപുഴയാർ. ഇതൊക്കെ എവിടെ പതിക്കുന്നതാണ്? വേമ്പനാട്ട് കായലിൽ പതിക്കുന്നതാണ്. പമ്പ, അച്ചൻകോവിലാർ, മണിമലയാർ, മീനച്ചിലാർ, മൂവാറ്റുപുഴയാർ. 10. ഭൂവൽക്കത്തിലെ ഫലകങ്ങളുടെ ചലനത്തിന് കാരണമാകുന്ന പ്രധാന ബലം ഏതാണ്? ഭൂമിയുടെ ഉൾഭാഗത്ത് നിന്നുള്ള സംവഹന പ്രവാഹം. ഭൂമിയുടെ ഉൾഭാഗത്ത് നിന്നുള്ള സംവഹന പ്രവാഹമാണ് ഭൂവൽക്കത്തിലെ ഫലകങ്ങളുടെ ചലനത്തിന് കാരണമാകുന്ന പ്രധാന ബലം. 11. സമുദ്ര ഊഷ്മാവ് സാധാരണയിൽ നിന്നും ഉയരുന്നതിന് കാരണമാകുന്നത് ഏത് പ്രതിഭാസമാണ്? ഇവിടെ തന്നിരിക്കുന്നതിൽ എൽനിനോയാണ് സമുദ്ര ഊഷ്മാവ് സാധാരണഗതിയിൽ നിന്നും ഉയരുന്നതിന് കാരണമാകുന്ന പ്രതിഭാസം. 12. കാറ്റിൽ നിന്നുള്ള ഊർജം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. കാറ്റിൽ നിന്നുള്ള ഊർജം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് തമിഴ്നാടാണ്. 13. കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ആദായകരമായ വില ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഏതാണ്? കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ആദായകരമായ വില ഉറപ്പാക്കാൻ വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് PM ആശാ യോജന. PM ആശാ യോജന എന്തിനു വേണ്ടിയുള്ള പദ്ധതിയാണ്? കർഷകർക്ക് ഉൽപ്പന്നങ്ങൾക്ക് ആദായകരമായ വില ഉറപ്പാക്കാനുള്ള പദ്ധതിയാണ് PM ആശാ യോജന. 14. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ഏതൊക്കെയാണ്? ബഫർ സ്റ്റോക്ക് സൃഷ്ടിക്കുന്നതിനാവശ്യമായ ഭക്ഷ്യസാധനങ്ങൾ സംഭരിക്കുവാൻ ഗവൺമെൻറ്റിന് സാധിച്ചു. ശരിയാണ്. ഉൽപ്പാദനം കൂടുതലായതുകൊണ്ട് കൂടുതൽ വന്നത് സ്റ്റോക്ക് ചെയ്യാൻ നമുക്ക് സാധിച്ചു. പാവപ്പെട്ടവർക്ക് ഗുണകരമായ വിധത്തിൽ ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു. അതും ശരിയാണ്. സാധനം കൂടുതൽ കിട്ടാനുണ്ട്, അതുകൊണ്ട് വില കുറഞ്ഞു. സമ്പന്ന കർഷകരും ദരിദ്ര കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു. അതും ശരിയാണ്. സമ്പന്ന കർഷകരും ദരിദ്ര കർഷകരും തമ്മിലുള്ള അന്തരവും വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻ B ആണ് 1, 2, 3 എന്നിവയെല്ലാം. 15. ആദ്യത്തെ 50 വർഷ കാലയളവിലെ പഞ്ചവത്സര പദ്ധതികളിൽ പൊതുമേഖലയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? 1-ാം പഞ്ചവത്സര പദ്ധതി മുതൽ 5-ാം പഞ്ചവത്സര പദ്ധതി വരെ പൊതുമേഖലയ്ക്കുള്ള മുതൽ മുടക്കിൻ്റെ വിഹിതത്തിൽ വർധനമുണ്ടായി. ശരിയാണ്. 6 മുതൽ 8 വരെയുള്ള പഞ്ചവത്സര പദ്ധതികളിൽ പൊതുമേഖലയ്ക്കുള്ള മുതൽ മുടക്കിൻ്റെ വിഹിതം കുറഞ്ഞു. രണ്ടും ശരിയായ പ്രസ്താവനയാണ്. ഓപ്ഷൻ A ആണ് 1ഉം 2ഉം ശരിയാണ്. 16. 2018 ജനുവരിയിൽ ആരംഭിച്ച ആസ്പിരേഷണൽ ഡിസ്ട്രിക്ട്സ് പ്രോഗ്രാം പ്രകാരം ഉൾപ്പെട്ട കേരളത്തിലെ ജില്ല ഏതാണ്? വയനാടാണ്. 2018 ആസ്പിരേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാമിൽ ഉൾപ്പെട്ടത് വയനാടാണ്. 17. 1991 പുതിയ സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമായുള്ള വ്യാപാര നയ പരിഷ്കാരങ്ങൾ ലക്ഷ്യം വെച്ചത് എന്താണ്? ഇറക്കുമതിയിലും കയറ്റുമതിയിലുമുള്ള അളവ് നിയന്ത്രണങ്ങൾ പൊളിച്ചെഴുതുക. ശരിയാണ്. താരിഫ് നിരക്കുകൾ കുറയ്ക്കുക. അതും ശരിയാണ്. ഇറക്കുമതിക്കുള്ള ലൈസൻസിംഗ് നടപടികൾ ഒഴിവാക്കുക. അതും ശരിയാണ്. മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. 18. താഴെ പറയുന്നവയിൽ കൽക്കരിയുടെ ഉപഭോഗവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ഉരുക്ക് വ്യവസായത്തിനും വൈദ്യുതി ഉൽപ്പാദനത്തിനും വേണ്ടിയുള്ള കൽക്കരിയുടെ ആവശ്യം കൂടി വരുന്നു. ശരിയാണ്. വൈദ്യുതീകരണം വർദ്ധിച്ചതോടെ റെയിൽവേയുടെ കൽക്കരി ഉപയോഗം കുറഞ്ഞു. അതും ശരിയാണ്. കൽക്കരിയുടെ ആവശ്യം വിതരണത്തേക്കാൾ കുറവാണ്. അത് തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ ഏതാണ് തെറ്റ്? 3 മാത്രമാണ് തെറ്റായ പ്രസ്താവന. 19. ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതയിൽ പെടാത്തത് ഏതാണ്? സവിശേഷതയിൽ പെടാത്തത്? ആദ്യത്തെ ലിഖിത ഭരണഘടന. അത് ഇന്ത്യൻ ഭരണഘടനയല്ല. ഏതാണ്? അമേരിക്കൻ ഭരണഘടനയാണ് ആദ്യത്തെ ലിഖിത ഭരണഘടന. ഏറ്റവും വലിയ ലിഖിത ഭരണഘടന. അത് ശരിയാണ്. ഇന്ത്യയിലെ ഭരണഘടനയാണ് ഏറ്റവും വലിയ ലിഖിത ഭരണഘടന. ഭരണഘടന എഴുതി പൂർത്തിയാക്കാൻ 3 വർഷവും 11 മാസവും 18 ദിവസവും എടുത്തു. തെറ്റാണ്. ഭരണഘടന എഴുതി പൂർത്തിയാക്കാൻ 2 വർഷവും 11 മാസവും 18 ദിവസം അല്ലെങ്കിൽ 17 ദിവസവുമാണ് എടുത്തത്. ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ 8 പട്ടികകളുണ്ട്. തെറ്റാണ്. ഇപ്പോൾ എത്ര പട്ടികകളാണുള്ളത്? 12 പട്ടികയാണുള്ളത്.
അപ്പോൾ ഉത്തരം ഏതാണ് വരുന്നത്? 1, 3, 4 ആണ്. 20. ഇന്ത്യയിലെ ജനങ്ങളായ നാം ഇന്ത്യയെ ഒരു പരമാധികാര സ്ഥിതി സമത്വ മത നിരപേക്ഷിത ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും ഇങ്ങനെ ആരംഭിക്കുന്നത് ഭരണഘടനയുടെ ഏത് സവിശേഷതയാണ്? ഏതാണ്? ആമുഖത്തിലാണ് ഇങ്ങനെ ആരംഭിക്കുന്നത്. ഇന്ത്യയിലെ ജനങ്ങളായ നാം ഇന്ത്യയെ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും എന്നാരംഭിക്കുന്നത് ആമുഖമാണ്. 21. ചേരുംപടി ചേർക്കുക. ബാലവേല നിരോധനം ഏത് ആർട്ടിക്കിളിലാണ് വരുന്നത്? വകുപ്പ് 24 ബാലവേല നിരോധനം വരുന്നത്. സ്വത്തവകാശം ഇപ്പോൾ ആർട്ടിക്കിൾ 300A അവസര സമത്വം വകുപ്പ് 16 വിദ്യാഭ്യാസം മൗലികാവകാശമായത് വകുപ്പ് 21A. അപ്പോൾ ഉത്തരം ഏതാണ് വരിക? 1C, 2A, 3D, 4B. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 22. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏതാണ്? ഏകീകൃത നിയമ സംവിധാനം വകുപ്പ് 44 ശരിയാണ്. ആർട്ടിക്കിൾ 44 പറയുന്നത് യൂണിഫോം സിവിൽ കോഡിനെ പറ്റിയാണ്. മൗലിക കടമകൾ വകുപ്പ് 51 അത് ശരിയാണോ? അല്ല. മൗലിക കടമകൾ വകുപ്പ് 51A അതാണ് തെറ്റ്. ഹൈക്കോടതിയുടെ റിട്ട് അധികാരം വകുപ്പ് 226 ശരിയാണ്. രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ് വകുപ്പ് 61 അതും ശരിയായ പ്രസ്താവനയാണ്. 23. ഇന്ത്യൻ സുപ്രീം കോടതിയുടെ തനതധികാരത്തിൽ പെടാത്തത് ഏതാണ്? തനതധികാരത്തിൽ പെടാത്തത് ഏതാണെന്നാണ് ചോദ്യം. തനത് അധികാരം അത് ഫോക്കസ് ചെയ്ത് വേണം ഉത്തരം എഴുതാൻ. ഏതാണ് പെടാത്തത്? കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള തർക്കങ്ങൾ പെടുന്നുണ്ട്. തനതധികാരത്തിൽ പെടുന്നതാണ് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള തർക്കങ്ങൾ. സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കം അതും തനതധികാരത്തിൽ പെടുന്നവയാണ്. അപ്പീൽ അധികാരം അത് തനതധികാരത്തിൽ വരുന്നതല്ല. അപ്പീൽ അധികാരം സുപ്രീം കോടതിക്കുണ്ട്, പക്ഷെ അത് തനതധികാരത്തിൽ വരുന്നതല്ല. ഉത്തരവുകൾ അതായത് റിട്ടുകൾ പുറപ്പെടുവിപ്പിക്കാനുള്ള അധികാരം അതും സുപ്രീം കോടതിക്കുള്ള അധികാരമാണ്, പക്ഷെ അതും എന്തല്ല? തനതധികാരത്തിൻ്റെ കീഴിൽ വരുന്നതല്ല. അപ്പോൾ ഉത്തരം ഓപ്ഷൻ എ ആണ്. സിയും ഡിയും. 24. യൂണിയൻ ലിസ്റ്റിൽ പെടാത്തത് ഏതാണ്? തുറമുഖങ്ങൾ യൂണിയൻ ലിസ്റ്റിൽ പെടുന്നതാണ്. റെയിൽവേ യൂണിയൻ ലിസ്റ്റിലാണ്. ഹൈവേകൾ യൂണിയൻ ലിസ്റ്റിലാണ്. അപ്പോൾ പെടാത്തത് ഏതാണ്? പൊതുജനാരോഗ്യമാണ് യൂണിയൻ ലിസ്റ്റിൽ പെടാത്തത്. അത് സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്ന സബ്ജക്റ്റാണ് പൊതുജനാരോഗ്യം. യൂണിയൻ ലിസ്റ്റിൽ പെടാത്തതാണ് ചോദ്യം, അത് പൊതുജനാരോഗ്യമാണ്. 25. മന്ത്രിമാരുടെ കൗൺസിലിന്റെ വലിപ്പം അംഗങ്ങളുടെ 15% പരിമിതപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഇത് ഇമ്പോർട്ടൻ്റ് ആയ ഭേദഗതിയാണ്. 91-ാം ഭേദഗതി. 91-ാം ഭേദഗതിയിലാണ് മന്ത്രിമാരുടെ കൗൺസിലിന്റെ വലിപ്പം അംഗങ്ങളുടെ 15% പരിമിതപ്പെടുത്തുന്നത്. 91-ാം ഭേദഗതി. 26. ചേരുംപടി ചേർക്കുക. പി കെ തുങ്കൻ കമ്മിറ്റി എപ്പോഴാണ് വന്നത്? 1989 പി കെ തുങ്കൻ കമ്മിറ്റി വരുന്നത്. ബൽവന്ത് റായ് കമ്മിറ്റി എപ്പോഴാണ്? 1957 ബൽവന്ത് റായ് കമ്മിറ്റി വരുന്നത്. അശോക് മേത്ത കമ്മിറ്റി 1977 LM സിംഗ്വി കമ്മിറ്റി 1986. അപ്പോൾ ഏതാണ് ഉത്തരം വരുന്നത്? ഓപ്ഷൻ സി ആണ്. പി കെ തുങ്കൻ കമ്മിറ്റി 1989, ബൽവന്ത് റായ് കമ്മിറ്റി 1957, അശോക് മേത്ത കമ്മിറ്റി 1977, LM സിംഗ്വി കമ്മിറ്റി 1986. 27. കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ വരാത്ത സർക്കാർ പ്രസ്ഥാനം ഏതാണ്? ഇതിൽ ഒന്നും അല്ല. ശുചിത്വ മിഷനും കുടുംബശ്രീയും കിലയും ഇൻഫർമേഷൻ കേരള മിഷനും എല്ലാം കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ വരുന്ന സർക്കാർ സ്ഥാപനങ്ങളാണ്. 28. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായി സൂചിപ്പിച്ചിരിക്കുന്ന നിയോജക മണ്ഡലം ഏത് MLA-യുടേതാണ്? MP രാജേഷ്, കളമശ്ശേരി. തെറ്റാണ്. MP രാജേഷ് എവിടെ നിന്നാണ്? തൃത്താലയിൽ നിന്നാണ്. അപ്പോൾ വീണ ജോർജും തെറ്റി. വീണ ജോർജ് എവിടെ നിന്നാണ്? ആറന്മുളയിൽ നിന്നാണ്. P രാജീവ് എവിടെ നിന്നാണ്?
കളമശ്ശേരിയിൽ നിന്നാണ്. പി രാജീവ് കളമശ്ശേരിയിൽ നിന്നാണ്. പി എ മുഹമ്മദ് റിയാസ് എവിടെ നിന്നാണ്? ബേപ്പൂരിൽ നിന്നാണ്. അപ്പോൾ ഈ തന്നിരിക്കുന്നത് എല്ലാം തെറ്റാണ്. എം പി രാജേഷ് തൃത്താല, പി രാജീവ് കളമശ്ശേരി, പി എ മുഹമ്മദ് റിയാസ് ബേപ്പൂർ, വീണ ജോർജ് ആറന്മുള. അപ്പം തന്നിരിക്കുന്നത് മുഴുവൻ തെറ്റാണ്. 29 നാരീശക്തി വന്ദൻ അധിനിയം ബില്ല് ലോക്സഭ പാസാക്കിയ ദിനം ഏതാണ്? 2023 സെപ്റ്റംബർ 20. സെപ്റ്റംബർ 20 നാരീശക്തി വന്ദൻ അധിനിയം ലോക്സഭ പാസാക്കിയത്. 30 ഇന്ത്യൻ നിയമനിർമ്മാണ പ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങൾ ശരിയായി ക്രമപ്പെടുത്തുക. തന്നിരിക്കുന്നത് ശരിയായി ക്രമപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. 1ാം വായന റിപ്പോർട്ടിംഗ് ഘട്ടം, 2ാം വായന കമ്മിറ്റി ഘട്ടം, 3ാം വായന. ഏതാണ് വരിക? ആദ്യമുള്ളത് 1ാം വായനയാണ്. ആദ്യത്തേത് 1ാം വായന. പിന്നെ വരുന്നത് 2ാം വായനയാണ്. ഇനി ഈ 2ാം വായനയുടെ ഭാഗമായി വരുന്ന 2 ഘട്ടങ്ങളാണ് കമ്മിറ്റി ഘട്ടവും റിപ്പോർട്ടിംഗ് ഘട്ടവും. 3ാമത്തേത് കമ്മിറ്റി ഘട്ടം, 4 റിപ്പോർട്ടിംഗ് ഘട്ടം, 5ാമത്തേതാണ് 3ാം വായന. അപ്പോൾ ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ എ ആണ്. ACDBE. 1ാം വായന, 2ാം വായന, കമ്മിറ്റി ഘട്ടം, റിപ്പോർട്ടിംഗ് ഘട്ടം, 3ാം വായന. 31 താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ ഏവ? ഏതാണ്? ഹേബിയസ് കോർപ്പസ് ശരീരം ഹാജരാക്കുക, ശരിയാണ്. പ്രൊഹിബിഷൻ നിലനിർത്തുക, തെറ്റാണ്. പ്രൊഹിബിഷൻ എന്ന് വെച്ചാൽ എന്താണ്? തടയുക. മാൻഡമസ് ഞങ്ങൾ ആജ്ഞാപിക്കുന്നു, ശരിയാണ്. നാം ആജ്ഞാപിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങൾ ആജ്ഞാപിക്കുന്നു. കോ വാറണ്ടോ എന്തധികാരം, അതും ശരിയാണ്. ഏതാണ് ഉത്തരം വരുന്നത്? ഓപ്ഷൻ ബി ആണ്. ACD എന്നിവ ശരിയാണ്. 32 4Ds എന്നറിയപ്പെടുന്ന സവിശേഷ ലക്ഷണങ്ങൾ പ്രകടമാക്കുന്ന അപര്യാപ്തത രോഗം ഏതാണ്? പെല്ലഗ്രയാണ്. അപ്പോൾ ഏതൊക്കെയാണ് ആ 4Dsൽ ഉൾപ്പെടുന്നത്? ഡെർമറ്റൈറ്റിസ് ഉണ്ട്, ഡയേറിയ ഉണ്ട്, ഡിമെൻഷ്യ ഉണ്ട്, അതുപോലെ ഡെത്ത് ഉണ്ട്. 4 ഉള്ളത് ഡെർമറ്റൈറ്റിസ്, ഡയേറിയ, ഡിമെൻഷ്യ, ഡെത്ത്. 4Ds എന്നറിയപ്പെടുന്ന സവിശേഷ ലക്ഷണങ്ങളുള്ളത് ഏതിനാണ്? പെല്ലഗ്രയ്ക്കാണ്. ഈ 4Ds എന്തൊക്കെയാണ്? ഡെർമറ്റൈറ്റിസ്, ഡയേറിയ, ഡിമെൻഷ്യ, ഡെത്ത്. 33 AB രക്തഗ്രൂപ്പുള്ള വ്യക്തികൾ സാർവിക സ്വീകർത്താവ് എന്ന് വിളിക്കപ്പെടാൻ കാരണം എന്താണ്? അവരുടെ പ്ലാസ്മയിൽ ആൻറ്റിബോഡി Aയും Bയും ഇല്ല, അതുകൊണ്ടാണ് അവർ സാർവിക സ്വീകർത്താക്കളാകുന്നത്. 34 ശരീരപേശികളിൽ ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്ന ധാതു ഏതാണ്? ഏത് ധാതുവാണ് ഏറ്റവും കൂടിയ അളവിൽ ശരീരപേശികളിൽ കാണപ്പെടുന്നത്? പൊട്ടാസ്യമാണ്. അപ്പോൾ ശരീരപേശികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതുവാണ് പൊട്ടാസ്യം. 35 മനുഷ്യ ശരീരത്തിലെ 24 മണിക്കൂർ ദിനത്താളക്രമം നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ്? മെലാട്ടോണിനാണ് മനുഷ്യ ശരീരത്തിലെ 24 മണിക്കൂർ ദിനത്താളക്രമം ക്രമീകരിക്കുന്ന ഹോർമോൺ. ഏത് ഗ്രന്ഥിയാണ് മെലാട്ടോണിൻ സ്രവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പീനിയൽ ഗ്രന്ഥിയാണ് മെലാട്ടോണിൻ സെക്രീറ്റ് ചെയ്യുന്നത്. 36 അക്രമങ്ങൾ, അപകടങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയ്ക്ക് ഇരയാകുന്ന ഭിന്നശേഷിക്കാർക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതി ഏതാണ്? ആ പദ്ധതി? പരിരക്ഷയാണ്. ഓപ്ഷൻ സി പരിരക്ഷയാണ്. അക്രമങ്ങൾ, അപകടങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയ്ക്കിരയാകുന്ന ഭിന്നശേഷിക്കാർക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് പരിരക്ഷ. 37 1987 വായു മലിനീകരണം തടയലും നിയന്ത്രണവും ഭേദഗതി നിയമത്തിൽ ദോഷകരമായ വസ്തുക്കളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് എന്തിനെയാണ്? ശബ്ദത്തിനെയാണ് ഉൾപ്പെടുത്തിയത്. 1987 വായു മലിനീകരണം തടയലും നിയന്ത്രണവും ഭേദഗതി നിയമത്തിൽ ദോഷകരമായ വസ്തുക്കളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ശബ്ദത്തിനെയാണ്. 38 ഒരു അത്ലറ്റ് ഒരു ജാവലിൻ പരമാവധി തിരശ്ചീന പരിധി കിട്ടും വിധം എറിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? തിരശ്ചീന പ്രവേഗവും ലംബീയ പ്രവേഗവും തുല്യമാവുന്നു. തിരശ്ചീന പ്രവേഗവും ലംബീയ പ്രവേഗവും തുല്യമായി തുടരുന്നു. 39 VE എന്നത് ഭൂമിയുടെ പാലായന പ്രവേഗത്തെയും VO എന്നത് ഭൂമിയുടെ പരമാവധി അടുത്ത് പരിക്രമണം ചെയ്യുന്ന ഉപഗ്രഹത്തിൻ്റെ പരിക്രമണ വേഗതയെയും പ്രതിനിധീകരിക്കുന്നുവെങ്കിൽ അവ തമ്മിലുള്ള ബന്ധം എന്താണ്? ഏതാണ് ഇക്വേഷൻ? VE √2VO അതാണ് ഇക്വേഷൻ വരുന്നത്.
40 ഒരു കോൺവെക്സ് ദർപ്പണത്തിന്റെ വക്രത ആരം 24 സെന്റിമീറ്റർ ആണ്. അതിന്റെ ഫോക്കസ് ദൂരം എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ ഫോക്കസ് ദൂരം കണ്ടുപിടിക്കാൻ നമ്മൾ ഏത് ഇക്വേഷനാണ് ഉപയോഗിക്കുന്നത്? F ഈസ് ഈക്വൽ ടു R/2 എന്ന് പറയുന്ന ഇക്വേഷനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ R ഇവിടെ എത്രയാണ്? 24 ആണ്. 24/2 എന്ന് പറയുമ്പോൾ 12 ആണ്. അതാണ് ഫോക്കൽ ദൂരം. അപ്പോൾ ഉത്തരം 12 സെന്റിമീറ്റർ ആണ്. 41 താഴെ പറയുന്നവയിൽ ചന്ദ്രയാൻ 3യുടെ ദൗത്യ ലക്ഷ്യങ്ങളിൽ പെടുന്നത് ഏതൊക്കെയാണ്? ചന്ദ്ര ഉപരിതലത്തിൽ സുരക്ഷിതവും മൃദുവുമായ ലാൻഡിംഗ് പ്രദർശിപ്പിക്കുന്നതിന്, അത് ശരിയാണ്. റോവർ ചന്ദ്രനിൽ കറങ്ങുന്നത് പ്രദർശിപ്പിക്കുന്നതിന്, അതും ശരിയാണ്. സ്ഥലത്ത് ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തുന്നതിന്, അതും ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയായ പ്രസ്താവനകളാണ്. 42 താഴെ കൊടുത്തിരിക്കുന്ന വാചകങ്ങളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഏറ്റവും കാഠിന്യം കൂടിയ മൂലകം ആവർത്തന പട്ടികയിൽ ഗ്രൂപ്പ് 6ലാണ് കാണപ്പെടുന്നത്. ശരിയായ പ്രസ്താവനയാണ്. ഗ്ലാസ് ഒരു ഒഴുകാൻ കഴിവുള്ള പദാർത്ഥമാണ്. അതും ശരിയായ പ്രസ്താവനയാണ്. ഗ്ലാസ്സിന് ഒഴുകാൻ കഴിയും. കർപ്പൂരത്തെ ചൂടാക്കിയാൽ അത് ദ്രാവകം ആയി മാറുന്നു. കർപ്പൂരത്തെ ചൂടാക്കിയാൽ ദ്രാവകമാവില്ല, ഡയറക്റ്റ് വാതകമായിട്ടാണ് മാറുന്നത്. അപ്പോൾ അതെന്താണ്? ഉത്പതനമാണ്. ഉത്പതനത്തിലൂടെ കർപ്പൂരം ചൂടാക്കി കഴിഞ്ഞാൽ ഡയറക്റ്റ് വാതകമായി മാറുന്നു. പാലിൻ്റെ pH മൂല്യം 7ൽ കൂടുതലാണ്. തെറ്റാണ്. പാലിൻ്റെ pH മൂല്യം 6.5നും 6.7നും ഇടയിലാണ്, 7ൽ കൂടുതലല്ല. അപ്പോൾ ഏതൊക്കെയാണ്? എയും ബിയും 1ഉം 2ഉമാണ് ശരി. 43 അപ്പം ഉണ്ടാക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സാന്നിധ്യം മൂലം ഉയർന്ന ഊഷ്മാവിൽ അപ്പം വീർക്കുന്നു. ഇത് ഏത് വാതക നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് വാതക നിയമമാണ്? ചാൾസ് നിയമമാണ്. അതായത് വോളിയവും താപനിലയും നേർ അനുപാതത്തിലാണെന്നാണ് പറയുന്നത്. താപനില കൂടിക്കഴിഞ്ഞാൽ വോളിയം കൂടും. 44 ഒരു പദാർത്ഥത്തിൻ്റെ തന്മാത്രാ ഭാരം 108 ആണെങ്കിൽ ആ പദാർത്ഥത്തിൻ്റെ 6.022 × 10⁻23 തന്മാത്രകളുടെ പിണ്ഡം എത്രയാണ്? അതായത് അതിൻ്റെ മോളിക്കുലാർ മാസ് തന്നിട്ടുണ്ട്. അതിൻ്റെ അവഗാഡ്രോ നമ്പർ ഓഫ് തന്മാത്രകളുടെ പിണ്ഡം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് എത്രയേ വരുള്ളൂ? മോളിക്കുലാർ നമ്പർ എത്രയാണോ അത്ര തന്നെ വരുള്ളൂ. 108 ഗ്രാം. 108 ഗ്രാമാണ് ശരിയായ ഉത്തരം. 45 അന്താരാഷ്ട്ര ആവർത്തന പട്ടിക വർഷമായി ആചരിച്ചത് ഏത് വർഷമാണ്? 2019 അന്താരാഷ്ട്ര ആവർത്തന പട്ടിക വർഷമായി ആചരിച്ചത്. 46 തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളി ആരാണ്? ശ്രീനാരായണ ഗുരുവാണ് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളി. 47 കാലാഹിരൺ എന്നറിയപ്പെടുന്ന മലയാളി ഫുട്ബോളർ ആരാണ്? IM വിജയനാണ് കാലാഹിരൺ എന്നറിയപ്പെടുന്ന മലയാളി ഫുട്ബോളർ. 48 ആദാമിൻ്റെ മകൻ അബു എന്ന ചിത്രത്തിലൂടെ മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിയ നടൻ ആരാണ്? സലീം കുമാറാണ് ആദാമിൻ്റെ മകൻ അബു എന്ന ചിത്രത്തിലൂടെ മികച്ച നടനുള്ള ദേശീയ അവാർഡ് ലഭിച്ചത്. 49 നജീബ് ഏത് പ്രധാന കൃതിയിലെ കഥാപാത്രമാണ്? ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ആടുജീവിതത്തിലെ പ്രധാന കഥാപാത്രമാണ് നജീബ്. 50 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ ക്രിക്കറ്റർ ആരാണ്? MS ധോണിയാണ്. SBIയുടെ ബ്രാൻഡ് അംബാസിഡർ ആയത് MS ധോണിയാണ്. അപ്പോൾ ഇതിലിനി ബാക്കി വരുന്നത് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, അതുപോലെ അവരുടെ സ്പെഷ്യൽ ടോപ്പിക്കൊക്കെയാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.